ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു 49% ആളുകൾക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് നിന്ന്. അത് ഫാറ്റി ലിവർ ഇസ് വെരി കോമൺ, അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ആളുകൾ വളരെ ഈസി ആയിട്ട് പറയും എനിക്ക് ചെറിയ ഫാറ്റി ലിവർ ഉണ്ട് എന്ന്, ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടിരുന്നു എന്ന്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഡേഞ്ചറസ് ആണോ? അതിന് ചിലപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ആളുകൾ എടുക്കണമെന്നില്ല. അപ്പോൾ ഫാറ്റി ലിവറിനെ നമുക്ക് നിസ്സാരവൽക്കരിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. എക്സാക്ട്ലി. ഉത്തരം വളരെ വെരി സിമ്പിൾ. ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ അപ്പ് സീരിയസ്ലി. ഓക്കെ. എന്തുകൊണ്ടെന്നാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കരളിലേക്ക് കൊഴുപ്പ് കയറുന്ന അവസ്ഥയാണല്ലോ പറയുന്നത്. അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്നുകിൽ മദ്യം ഉപയോഗിക്കണം സ്ഥിരമായിട്ട്, അതല്ലെങ്കിൽ ആഹാരം നല്ലപോലെ കഴിച്ച് എക്സസൈസ് ചെയ്യാതിരിക്കണം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കരളിലേക്ക് കൊഴുപ്പ് കയറി കഴിഞ്ഞാൽ അത് ക്രമേണ കരൾ സെല്ലുകളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. കരൾ സെല്ലുകൾ വീങ്ങി തുടങ്ങും. അതാണ് രണ്ടാം ഘട്ടം. ഈ കരൾ സെല്ലുകളുടെ വീക്കം പ്രത്യേകിച്ച് വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കില്ല. ഈ വീക്കത്തിൻ്റെ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നീട് സ്കാർ ടിഷ്യൂ അഥവാ വടുക്കൾ കരളിൽ അടിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോവുക. ഫൈബ്രോസിസ് എന്നാണ് എൻ്റെ ടെക്നിക്കൽ ടേം. ഈ ഫൈബ്രോസിസ് കൂടിയാണ് ട്യൂമർ പോലെ ഇല്ല. ഫൈബ്രോസിസ് എന്ന് പറയുന്നത് നമ്മൾ കൈ മുറിയുമ്പോൾ അവിടെ ഒരു സ്കാർ വരില്ല, ഒരു വടുക്കൾ ഉണ്ടാവില്ല. മുറിവ് ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന വടുക്കൾ അഥവാ സ്കാർ ടിഷ്യൂ, ഇത് തന്നെ കരളിലും ഉണ്ടാകും. ഈ വടുക്കളുടെ അഥവാ സ്കാർ ടിഷ്യൂവിൻ്റെ ക്വാണ്ടം, അതിൻ്റെ അളവ് കൂടി ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ കരൾ സിറോസിസ് എന്ന് പറയും. കരൾ സിറോസിസ് വന്നാൽ പിന്നീട് അതിൻ്റെ പുറത്ത് കരൾ ക്യാൻസറും വരും. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഈ ഘട്ടങ്ങളിലൂടെ കടന്ന് വളരെ മാരകമായിട്ടുള്ള കരൾ സിറോസിസും കരൾ ക്യാൻസറും ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള ഒരു രോഗമാണ് ഫാറ്റി ലിവർ. എന്ന് മാത്രമല്ല, ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു എനർജി മിസ്മാച്ചിനെയാണ് കാണിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം ഇട്ട് കത്തിച്ച് കളയാൻ പറ്റുന്നില്ല. ഈ ഫാറ്റി ലിവർ വരുന്ന ആളുകളിൽ അത് കരൾ രോഗമായിട്ട് മാത്രമല്ല നിൽക്കുക, ഡയബറ്റിസ്, ബി പി, കൊളസ്ട്രോൾ എന്നീ രോഗങ്ങളുടെ ഒരു സൂചനയോ അല്ലെങ്കിൽ ഒരു മുന്നോടിയോ ആണ് ഫാറ്റി ലിവർ. അങ്ങനെയും പറയാം. ഇനി ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ വർഷങ്ങളെടുത്ത് നമ്മൾ നടത്തിയ പഠനങ്ങളിൽ മരണം എങ്ങനെയാണ് കൂടുതൽ സംഭവിക്കുക, അത് കരൾ സിറോസിസും കരൾ ക്യാൻസറുമാണോ കൂടുതൽ മരണകാരണം എന്ന് ചോദിച്ചാൽ അല്ല എന്ന ഉത്തരം. ഹൃദ്രോഗമാണ് മരണകാരണം ഫാറ്റി ലിവർ ഉള്ള. അതായത് ഫാറ്റി ലിവർ ഉള്ള വ്യക്തികളിൽ ഹൃദ്രോഗ സാധ്യതയും കൂടുതൽ പാരാമീറ്ററാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്ന ആളുകളിൽ ഡയബറ്റീസോ ബി പിയോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇതേ ഡയബറ്റീസും ബി പിയും കൊളസ്ട്രോളും തന്നെ അല്ലേ ഹൃദ്രോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫാറ്റി ലിവർ കണ്ടെത്തിയാൽ നമ്മളത് കരൾ സംബന്ധമായി കരൾ വീക്കത്തിലേക്കും കരൾ സിറോസിസിലേക്കും കരൾ ക്യാൻസറിലേക്കും പോകും എന്നുള്ളത് ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഒരു അറ്റ് എ ബ്രോഡർ സ്ക്രീൻ, പുട്ടിങ് ഇറ്റ് ഇൻ എ ബ്രോഡർ സ്ക്രീൻ, രോഗങ്ങളുടെ മുന്നോടിയോ സൂചകമോ ഒക്കെയാണ്. ബി പിയും കൊളസ്ട്രോളും ഡയബറ്റീസും ഒക്കെ ഉണ്ടാകാം എന്നുള്ളതും, അത് കൂടാതെ തന്നെ ഹൃദ്രോഗവും സ്ട്രോക്കും ഒക്കെ ഉണ്ടാകാം എന്നുള്ളതിൻ്റെ സൂചനയൊക്കെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ കറക്ഷനാണ് തുടക്കത്തിൽ ചെയ്യേണ്ടത്. മരുന്ന് ചികിത്സ എപ്പോഴാണോ വേണ്ടി വരുന്നത് അപ്പോൾ മാത്രം ചെയ്യുക. ഫാറ്റി ലിവറിനെ അവഗണിക്കാൻ പാടുണ്ടോ? ഇല്ല. ചെറിയ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ഫാറ്റി ലിവറിന് ചെറുതെന്നോ വലുതെന്നോ ഇല്ല. അതിൻ്റെ അസസ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ ഫാറ്റി ലിവർ നിശബ്ദമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കരൾ വീക്കത്തിൻ്റെ സ്റ്റേജോ അല്ലെങ്കിൽ കരളിൽ സ്കാർ ടിഷ്യൂ അഥവാ വടുക്കൾ അഥവാ ഫൈബ്രോസിസ് അടിയുന്ന സ്റ്റേജോ ഈവൻ സിറോസിസിൻ്റെ ആദ്യഘട്ടങ്ങളോ ഒന്നും തന്നെ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ചെറിയ ഫാറ്റി ലിവറേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഇത് ടെസ്റ്റുകൾ കഴിയുമ്പോഴായിരിക്കും ഈ ഫാറ്റി ലിവർ നിങ്ങൾക്ക് കരൾ സിറോസിസിലേക്ക് തന്നെ അനങ്ങി തുടങ്ങി എന്നുള്ളൊരു എവിഡൻസ് ചിലപ്പോൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. മനസ്സിലായി. ഓക്കെ. ലിവർ ഹെൽത്തി ആണ് ഹെൽത്തി അല്ല എന്ന് നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ കരൾ ഹെൽത്തി അല്ല, ഇച്ചിരി എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ലക്ഷണങ്ങളുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം കരൾ ചികിത്സയിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം രോഗിക്ക് ബുദ്ധിമുട്ടുകൾ തന്നിട്ടല്ല കരളിലെ സീരിയസ് ഡാമേജുകൾ പലതും സംഭവിക്കുന്നത്. ഒരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു നോക്കാം. ആസ്മ എന്ന് പറയുന്ന രോഗം ശ്വാസകോശത്തിൻ്റെ രോഗമല്ലേ. അപ്പോൾ ആസ്മയുള്ള രോഗിക്ക് ബുദ്ധിമുട്ട് വളരെ അധികമായിട്ടുണ്ട്. എന്താ? ശ്വാസം മുട്ടുന്നു. ഈ ശ്വാസം മുട്ടുള്ള രോഗിയോട് നമ്മൾ ആശുപത്രിയിൽ ഒന്ന് പോകൂ, ഇതൊന്ന് കാണിക്കുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആൾക്ക് ശ്വാസം കിട്ടുന്നില്ല, പോയിരിക്കും. പക്ഷേ കരളിൻ്റെ ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ചേഞ്ചുകൾ, കരൾ രോഗ കാരണം എന്ത് തന്നെയാട്ടെ, മദ്യപാനം അല്ലെങ്കിൽ മദ്യപാനം അല്ലാത്ത നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, ഇനി ഇതൊന്നുമല്ല ചില ഒളിഞ്ഞു കിടക്കുന്ന വൈറസുകളുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയ ചില ജനിതക കരൾ രോഗങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കരൾ സിറോസിസ് എത്തുന്നത് വരെ കരൾ കോശങ്ങളിലുണ്ടാക്കുന്ന ചേഞ്ചുകൾക്ക് രോഗിയിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. വേദനയില്ല, ബുദ്ധിമുട്ടില്ല. ഈ ഫാറ്റി ലിവറിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങി. ഒരുപക്ഷെ ഒരല്പം ക്ഷീണം അങ്ങനെ വന്നെങ്കിലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഈ ക്ഷീണം മൈൻറ്റെയിൻ ചെയ്യില്ല, കാരണം ജോലി ചെയ്തുണ്ടാകുന്ന ക്ഷീണമാണെന്ന് പറയാം അല്ലേ, അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലക്ഷണങ്ങളില്ലാത്ത രോഗങ്ങളാണ് പലതും കരളിൽ. അപ്പോൾ ഈ കരൾ സിറോസിസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കരൾ മാറ്റിവെക്കൽ പോലുള്ള ചികിത്സയിലേക്ക് ഒരുപക്ഷെ പോകേണ്ടി വന്നേക്കാം. തിരിച്ചുവരവില്ലാത്ത സ്റ്റേജാണിത്. ഈ നിശബ്ദാവസ്ഥയിൽ കരളിൽ ഡാമേജ് ഉണ്ടാകുന്ന പല ഘട്ടങ്ങൾ നമ്മളിവിടെ പറഞ്ഞല്ലോ. കരൾ വീക്കമൊന്നും കരളിൽ വടുക്കൾ അടിയുന്നു ഒക്കെ പറഞ്ഞു. ഈ ഘട്ടങ്ങളിലൊക്കെ കണ്ടെത്താമെങ്കിൽ തിരിച്ച് പോക്ക് സാധ്യമാണ്. കരളിനെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെ നോർമൽസിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും.
രോഗിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ രോഗി എങ്ങനെയാണ് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ അടുത്തോ ചെല്ലുക? അതെ. ചുരുക്കി പറഞ്ഞാൽ രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. കരൾ രോഗശാസ്ത്രത്തിൽ മാത്രം അല്ലെങ്കിൽ കരൾ രോഗ ചികിത്സയിലെ വെല്ലുവിളി എന്ന് പറയുന്നത് സ്ക്രീനിങ് പരിശോധനകളിലൂടെ മാത്രമേ റിവേഴ്സിബിൾ ആയിട്ടുള്ള തിരിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥയിൽ ആളുകളെ കണ്ടെത്താൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മിക്കവാറും ആളുകൾ ഇപ്പോൾ കുറേയും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ റുട്ടീൻ ചെക്കപ്പുകൾ നടത്തുമല്ലോ, ബ്ലഡ് ചെക്കപ്പുകൾ. കരളിൻ്റെ ഹെൽത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന സഹായിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? വളരെ സാധാരണമായിട്ട് ആളുകൾ ചെയ്യുന്ന രോഗികൾ പലരും LFT എന്ന് പറയുന്ന ടെസ്റ്റ് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് 8 ഘടകങ്ങളാണ് അതിലുള്ളത്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു രക്തപരിശോധന എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കൊണ്ട് മാത്രം കരളിലെ രോഗങ്ങളുടെ അവസ്ഥ കണ്ടുപിടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇല്ല എന്ന് വെച്ചാൽ LFTയിൽ വാസ്തവത്തിൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം മാത്രമാണ് ശരിക്കും തുടക്ക സ്റ്റേജിൽ കണ്ടെത്താൻ കഴിയുള്ളൂ. അതേസമയം ഈ നിശബ്ദമായിട്ട് കരൾ സിറോസിസിൻ്റെ വഴിയിലേക്ക് ഫാറ്റി ലിവർ നീങ്ങി തുടങ്ങിയോ എന്നുള്ളതിൻ്റെ സൂചനകളൊന്നും LFTയിൽ കിട്ടണം നിർബന്ധമില്ല. അപ്പോൾ അതിന് ഫൈബ്രോ സ്കാൻ പോലത്തെ സ്കാനിങ് ടെക്നോളജികളുണ്ട്. ഈ നിശബ്ദാവസ്ഥയിൽ കരളിൽ ഫൈബ്രോസിസ് ആയെങ്കിൽ അത് തിരിച്ച് പിടിച്ച് നോർമൽ അവസ്ഥയിലേക്ക് കരളിനെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്റ്റേജിലാണോ നമ്മൾ നിൽക്കുന്നത് എന്നറിയുന്നത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന രക്തപരിശോധനയിൽ നിന്നല്ല, മറിച്ച് ഫൈബ്രോ സ്കാനിൽ നിന്നാണ്. അതിൻ്റെ ഒരു മനസ്സിലാവും. സ്കാനിങ് തന്നെ അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്. അതാണ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു വയറ്റിൻ്റെ സ്കാൻ എന്ന് പറയുന്നത്. ആ അൾട്രാസൗണ്ട് സ്കാനിൽ പോലും ഇത്തരം ഈ കരൾ സിറോസിസിലേക്കുള്ള യാത്ര ഫാറ്റി ലിവറിൽ നിന്ന് ആരംഭിച്ചോ അല്ലെങ്കിൽ അത് ഏത് ഘട്ടം വരെ എത്തി എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ അൾട്രാസൗണ്ട് സ്കാനിൽ നിന്നും കിട്ടില്ല, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന രക്തപരിശോധനയിൽ നിന്ന് കിട്ടില്ല, ഫൈബ്രോ സ്കാനിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ലക്ഷണങ്ങളില്ലാത്ത ഒരു രോഗങ്ങളാണ് കൂടുതലും കരളിന് വരിക. എന്നാൽ അത് വളരെ നിസ്സാരമായിട്ട് അങ്ങ് പോകുമെന്ന് വിചാരിക്കാമോ? അതും പറ്റില്ല. അവസാന ഘട്ടം എത്തുമ്പോഴേക്കും അത് പുറത്തേക്ക് വരുന്നൊരവസ്ഥയുണ്ടല്ലോ. അത് സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളാണ്. സിറോസിസും ക്യാൻസറും വളരെ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ക്രീനിങ് പരിശോധനകളുടെ ആവശ്യകതയാണ് ഈ കരൾ രോഗ ചികിത്സയിൽ നമുക്ക് വേണ്ടത്. അല്ലാണ്ട് രോഗി ഒരു ആസ്മ രോഗിക്ക് ശ്വാസം മുട്ടുണ്ടാകുന്ന പോലൊരു ബുദ്ധിമുട്ട് ഇതിൻ്റെ തുടക്ക ഘട്ടങ്ങളിലൊന്നും തന്നെ ഉണ്ടാവില്ല കരൾ രോഗത്തിൽ. ഓക്കെ. വളരെ സീരിയസ് അവസ്ഥയിലേക്ക് പോകുമ്പോൾ മാത്രമേ ലക്ഷണങ്ങളായിട്ട് പുറത്തേക്ക് വരുള്ളൂ. അപ്പോഴേക്കും ഇറ്റ് ഇസ് ടു ലേറ്റ്. അതിന് പറയുന്നത് ടു ടേൺ യെല്ലോ ഈസ് ടു ലേറ്റ് എന്നാണ്. അതായത് മഞ്ഞ ആയിക്കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞു. മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ആ ഒരു ബിൽറൂബിൻ്റെ അളവ് കൂടുമ്പോഴാണല്ലോ കണ്ണിലും മൂത്രത്തിലുമൊക്കെ മഞ്ഞ ഉണ്ടാകുക സിറോസിസ് രോഗികളിൽ. അതെ. അപ്പോൾ അത് വളരെ വൈകിയ അവസ്ഥയായിട്ട് നമുക്ക് കണക്കാക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ലക്ഷണങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, മറിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ കരൾ രോഗ സ്ക്രീനിങ്ങിലേക്ക് തിരിയണം എന്നുള്ളതാണ്. പക്ഷെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ പറയില്ലേ, കാലിൽ നീര് വരുന്ന ചിലർക്ക് കാലിലിടയ്ക്ക് സ്വെല്ലിങ് വരും. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ അമ്മ അച്ഛനൊക്കെ ആണെങ്കിൽ പറയും ചിലപ്പോൾ ലിവറിന് എന്തെങ്കിലും ചെറിയ പ്രശ്നം കാണും, ചെക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ചെറിയ സ്വെല്ലിങ്ങുകൾ, യൂറിൻ്റെ കളർ വ്യത്യാസം, അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് അതായത് യൂറിൻ്റെ നിറ വ്യത്യാസമാണ് നേരത്തെ പറഞ്ഞ ബിൽറൂബിൻ കൂടുന്ന അവസ്ഥ എന്ന് പറയുന്നത്. കാലിലെ നീര് വരുന്നത് സിറോസിസ് വന്നതിന് ശേഷമേ കരൾ രോഗത്തിൽ കാലിൽ നീര് വരുള്ളൂ. അപ്പോൾ ആ ലക്ഷണങ്ങൾ വന്നു തുടങ്ങിയോ കരൾസിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലുള്ള ഡാമേജ് ആയിക്കഴിഞ്ഞു. നമുക്ക് അവിടെ വെച്ച് പിടിച്ചിട്ട് കാര്യമില്ല. കാരണം സിറോസിസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വർഷത്തെ മരുന്ന് ചികിത്സയും പിന്നീട് കരൾ മാറ്റിവെക്കലാണ് നടക്കാൻ പോകുന്നത്. മറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതായത് ഈ കരൾ സിറോസിസ് എത്തുന്നതിൻ്റെ ഒരു പെർമനൻറ്റ് ഡാമേജാണ് ഈ കരൾ സിറോസ് എന്ന് പറയുന്നത്. അതിൽ തിരിച്ചുപോക്കില്ലാത്തൊരവസ്ഥയല്ലേ. അപ്പോൾ അത് ലക്ഷണങ്ങളോടുകൂടി തന്നെയാണ് വരിക. ആ ലക്ഷണങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ പെർമനൻറ്റ് ഡാമേജുള്ള കരൾ സിറോസിസ് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു 40 വയസ്സിന് മുകളിൽ കരൾ രോഗ സാധ്യതയുള്ള ആളുകൾ, ഉദാഹരണത്തിന് മദ്യം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസും BP-യും കൊളസ്ട്രോളും ഒക്കെ ഫാറ്റി ലിവറിൻ്റെ കൂടെ ഉണ്ടാകുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ ഉള്ള ആളുകൾ 40 വയസ്സിന് ശേഷം ഈ നിശബ്ദമായിട്ട് കരൾ സിറോസിസിലേക്കുള്ള പോക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അമിതവണ്ണമുള്ള ആളുകളിലും ഈ കരളാരോഗ്യത്തിന് പ്രശ്നം വരുമല്ലോ, അവരും 40 വയസ്സിന് ശേഷം ചെക്കപ്പ് ചെയ്യുന്നത്, ഫൈബ്രോ സ്കാൻ പോലത്തെ ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ്.